ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോളിഫ്ലവറും ഉണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവർ വെച്ച് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒന്ന് മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിലിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം. 5 മിനിറ്റോളം നമുക്കതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. 5 മിനിറ്റിന് ശേഷം ഞാനത് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റുകയാണ്. നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഓരോന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളിൽ ഓരോന്നായിട്ട് ഇട്ടാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം മുളക് പൊടി ഇടുക. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് പുഴുങ്ങി വെച്ച കോളിഫ്ലവറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തീ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.